ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഡോക്ടർ പറഞ്ഞ മരുന്ന് വരുത്തിയിട്ടുണ്ട്. പതിയെ പതിയെ ആളെ കൊല്ലുന്ന ആന്റിബയോട്ടിക്. അതിന്റെ വില അറിയാലോ ഡോക്ടർക്ക്. വരുത്താനുള്ള ബുദ്ധിമുട്ട് വേറെ. ഹലോ ഡോക്ടറെ, അസുഖം തീർന്നിട്ടല്ല, ആന്റിബയോട്ടിക്. വിക്രം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. വർഷയുടെ വീട്ടിലെ വലിയ വലിയ നാടകങ്ങൾ അരങ്ങേറുന്നത്. വൈകാരിക മുഹൂർത്തങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ഒരുപാടുള്ള നാടകങ്ങൾ. ശരശയിൽ ഉറങ്ങുന്ന കഥാപാത്രം എഴുന്നേറ്റ് വന്ന് ഡയലോഗ് പറഞ്ഞ് കയ്യടി വാങ്ങിയാലുണ്ടല്ലോ, ഈ വിക്രം കെട്ടിയാടുന്ന നാടകം ട്രാജഡി ആയി പോവും. അതുണ്ടാവരുത്. ഡോക്ടർ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. ഞാൻ ഡോക്ടർ പറഞ്ഞ മരുന്ന് വരുത്തിയിട്ടുണ്ട്. പതിയെ പതിയെ ആളെ കൊല്ലുന്ന ആന്റിബയോട്ടിക്. അതിന്റെ വില അറിയാലോ ഡോക്ടർക്ക്. വരുത്താനുള്ള ബുദ്ധിമുട്ട് വേറെ. എന്റെ കയ്യിൽ നിന്ന് ആ മെഡിസിൻ ഇന്ന് തന്നെ വാങ്ങി, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മുത്തശ്ശിയുടെ ചികിത്സയും തുടങ്ങണം. ഇന്ന് ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ് വിക്രം. എന്നാലും സൗകര്യം പോലെ ഞാൻ വിളിക്കാം. ശരി, ഓക്കെ.
പൊയ്ക്കോ, മുത്തശ്ശി പൊയ്ക്കോ. എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത്? മുത്തശ്ശി കഷ്ടപ്പെടുന്നതേ ഈ വിക്രത്തിന് സഹിക്കില്ല. നീ എന്താ സ്വപ്നം കാണുവാണോ? സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവാൻ സമയമായി. ഓഹോ, നിനക്ക് വെറുതെ ഇരുന്ന് വട്ടായോ? ഹരിതേ, ഈ സമയവും കടന്നു പോകുന്നു നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയം വെറുതെ അങ്ങ് പോവരുത്. പൊട്ടണം. നല്ല ഒന്നാം തരം ബോംബ്. ഇവിടെയല്ല, അങ്ങ് വിനുവും മീനാക്ഷിയും താമസിക്കുന്ന വീട്ടിൽ. അതിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങി ഹരിതേ. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ പൊട്ടണം. അല്ലാതെ അങ്ങ് ക്ലോക്കില് സൂചി നീങ്ങി പോയിട്ട് കാര്യമില്ല. ഇതങ്ങനെ അങ്ങ് നീങ്ങില്ല. എല്ലാവർക്കും എല്ലാ നേരവും നല്ലതായിരിക്കില്ലല്ലോ. മീനാക്ഷിക്ക് യമകണ്ഠകാലം തുടങ്ങി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അച്ഛാ, ഈ ഗോകുലേട്ടൻ കള്ളക്കളിയാ. ബോൾ വെച്ചിട്ടേ ബുഷ് ബുഷ് എന്ന് കാണിക്കുക. ഞാൻ കളിക്കുന്നില്ലേ ഈ ഗോകുൽ ചേട്ടന്റെ കൂടെ. നീയല്ലേ കള്ളക്കളി? ആരാ? ഞാനോ? ഞാനാണോ? ആരോ ഞാനാണോ കള്ളക്കളി കാണിച്ചേ? എന്റെ ബോൾ താ. തരൂല. മര്യാദയ്ക്ക് ബോൾ തരേ. തരൂല. 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 ബോൾ തരാനല്ലേ പറഞ്ഞേ? തരൂല. തരൂല. എന്റെ ബോൾ താ. മാനത്തെ കൊട്ടാര